നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയുടെ ദൂരദർശൻ വഴിയുള്ള പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി CPIM. പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ നടത്തിയത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ നടത്തുകയാണെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കുണ്ടറയിൽ ക്ഷേത്രോത്സവത്തിനിടെ വടിവാൾ വീശി യുവാവിന്റെ പരാക്രമം. കുണ്ടറ സ്വദേശി അജോയ് അശോകനാണ് വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഞാലിയോട് അമ്പിപ്പൊയ്ക ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെയായിരുന്നു സംഭവം. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റുകളുമില്ലാത്ത ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ തിങ്കളാഴ്ച മുതൽ സർവീസ് നടത്തരുതെന്ന് ഹൈക്കോടതി. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് മേഖല പ്രതിസന്ധിയിൽ. ആവശ്യമുള്ളത്ര മലിനീകരണ നിയന്ത്രണ സംവിധാനം ആലപ്പുഴയിൽ ഇല്ലെന്ന് ബോട്ടുടമകൾ. കൊടും ചൂടിന് ആശ്വാസമാകുന്നു. തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ അന്തരീക്ഷം പരക്കെ മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രിയുടെ ദൂരദർശൻ വഴിയുള്ള പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി CPIM. പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ നടത്തിയത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത് നടത്തിയത് ചട്ടലംഘനമാണ്. ജ്ഞാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരിക്കുമ്പോൾ ഇത് നടക്കുമെന്നും MA ബേബി പറഞ്ഞു. BJPക്ക് വേണ്ടി ഇടപെടൽ നടത്തുകയാണെന്നും MA ബേബി ആരോപിച്ചു. പ്രധാനമന്ത്രിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി CPIM. പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ നടത്തിയത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത് നടത്തിയത് ചട്ടലംഘനമാണ്. ജ്ഞാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരിക്കുമ്പോൾ ഇത് നടക്കുമെന്നും CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BJPക്ക് വേണ്ടി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇടപെടൽ നടത്തുകയാണ്. സത്യവിരുദ്ധമായ പ്രചരണമാണ് അമിത്ഷാ ബംഗാളിൽ നടത്തുന്നത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴാണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചത്. വനിതാ സംവരണ ബിൽ പാസാക്കാൻ കഴിയാതെ വന്നതോടെ മോദിക്കും കൂട്ടർക്കും മുഖത്തടിയേറ്റു. വനിതാ സംവരണ ബിൽ നേരത്തെ കൊണ്ടുവരാമായിരുന്നു, അത് ചെയ്തില്ല. രാഷ്ട്രീയ നേട്ടത്തിനായി BJP ശ്രമിക്കുകയായിരുന്നെന്നും MA ബേബി ആരോപിച്ചു. ദൂരദർശൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തോട് നടത്തിയ പ്രഭാഷണം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമായിരുന്നു. ഇത് ബംഗാളിലും തമിഴ്നാട്ടിലും വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരവേ ആ ചട്ടങ്ങളുടെ നഗ്നമായ ഒരു ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയ പ്രചരണം നടത്താം, പ്രതിപക്ഷത്തെ ആക്രമിക്കാം, ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ പോയി പ്രസംഗിക്കാം. പക്ഷെ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ദൂരദർശനും ആകാശവാണിയും ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം MCC മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അതിന്റെ സെക്ഷൻ 4 അവിടെ നൽകിയിട്ടുള്ള ശീർഷകം പാർട്ടി ഇൻ പവർ, അധികാരത്തിലിരിക്കുന്ന പാർട്ടി പെരുമാറേണ്ടത് സംബന്ധിച്ച വ്യവസ്ഥകളാണ്. ഇപ്രകാരമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. Issue of advertisement at the cost of public exchequer in the newspapers and other media and the misuse of official media during the election period for partisan coverage of political news and publicity regarding achievements with a view to furthering the prospects of the party in power shall be scrupulously avoided. TN ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നെങ്കിൽ നരേന്ദ്രമോദി അനുഭവിച്ചേനെയെന്നും MA ബേബി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറയിൽ ക്ഷേത്രോത്സവത്തിനിടെ വടിവാൾ വീശി യുവാവിന്റെ പരാക്രമം. കുണ്ടറ സ്വദേശി അജോയ് അശോകനാണ് വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ആളുകളെ ആക്രമിക്കുകയും ചെയ്തത്. ഞാലിയോട് അമ്പിപ്പൊയ്ക ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. അജോയ് അശോകന്റെ സഹോദരൻ 2 മാസം മുമ്പ് ഒരു വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. സഹോദരൻ മരിച്ചതിനാൽ ഉത്സവം നടത്തരുതെന്ന് ഇയാൾ പലതവണ ഭരണസമിതി ഭാരവാഹികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ കാര്യം ആവശ്യപ്പെട്ട് ഭരണസമിതി കമ്മിറ്റി കൂടുന്ന സമയത്ത് ഓഫീസിലെത്തി ഇയാൾ ബഹളം വയ്ക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇതിനെതിരെ ഭാരവാഹികൾ നേരത്തെ തന്നെ പോലീസിൽ പരാതിയും നൽകി.
നാട്ടിലെ വിവിധ കുടുംബങ്ങൾ ചേർന്ന് നടത്തുന്ന ഉത്സവമായതിനാൽ മുടക്കം കൂടാതെ ഉത്സവം നടത്താനായിരുന്നു ഭരണസമിതിയുടെ തീരുമാനം. ഇതിൽ പ്രകോപിതനായാണ് അജോയ് ഉത്സവം നടക്കുന്നതിനിടെ സുഹൃത്തിനൊപ്പമെത്തി അക്രമം നടത്തിയത്. ആദ്യം വടിവാൾ വീശി ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയയാൾ പിന്നീട് അക്രമം അഴിച്ചുവിട്ടു. ഇത് തടയാൻ ശ്രമിച്ച 3 പേർക്ക് പരിക്കേൽക്കുകയും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഭരണസമിതി വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. കുണ്ടറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലുവാതുക്കൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് സംഭവം. പാരിപ്പള്ളി പുലിക്കുഴിക്ക് സമീപം തൊളിക്കോട് സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 6:30 കെട്ടിട ഉടമയാണ് മൃതദേഹം രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. പാരിപ്പള്ളി പുലിക്കുഴിക്ക് സമീപം തൊളിക്കോട് ചരുവിള വീട്ടിൽ 65-കാരനായ രവീന്ദ്രനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 6:30 കെട്ടിട ഉടമയാണ് മൃതദേഹം രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. കെട്ടിടത്തിന്റെ 2ാം നിലയിലായിരുന്നു മൃതദേഹം. കുടുംബവുമായി അകന്നു കഴിഞ്ഞിരുന്ന രവീന്ദ്രൻ കല്ലുവാതുക്കൽ പാരിപ്പള്ളി ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കാറുള്ളയാളാണെന്ന് നാട്ടുകാർ പറയുന്നു. വൈകുന്നേരങ്ങളിൽ ഒഴിഞ്ഞ കെട്ടിടങ്ങളിൽ അഭയം പ്രാപിക്കാറാണ് പതിവ്. വീഴ്ച മൂലമോ അതോ മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ നടന്നതാണോ മരണകാരണമെന്ന് പോലീസ് അന്വേഷിക്കുന്നു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പാരിപ്പള്ളി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മുളങ്കാടുകൾക്ക് തീപിടിച്ചു. ചവറ മുകുന്ദപുരം ചോലയിലാണ് സംഭവം. അഗ്നിരക്ഷാസേന 1.5 മണിക്കൂറിലധികം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചവറ മുകുന്ദപുരം ചോലയിൽ പാടത്താണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മുളങ്കാടുകൾക്ക് തീപിടിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് ചവറ അഗ്നിരക്ഷാസേനാ സംഘം 1.5 മണിക്കൂർ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കാടുമൂടിയ മുളങ്കാടുകൾ കേന്ദ്രീകരിച്ച് മദ്യം, മയക്കുമരുന്ന് വിൽക്കുന്ന സംഘങ്ങൾ സജീവമാണ്. ഇവിടെ സംഘർഷങ്ങളും പതിവാണെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച അവധി ദിനമായിരുന്നതിനാൽ മദ്യപിക്കാനുൾപ്പെടെ ഒട്ടേറെ പേർ മുളങ്കാടുകളിൽ എത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇവരിൽ ആരോ മനഃപൂർവ്വം തീയിട്ടതാണെന്നാണ് സംശയം. തീയണയ്ക്കുന്നതിനിടയിൽ ഒട്ടേറെ ഒഴിഞ്ഞ മദ്യക്കുപ്പികളുടെ ശേഖരവും അഗ്നിരക്ഷാസേന കണ്ടെത്തി. ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തിയായതിനാൽ പോലീസും ഇവിടെ കാര്യമായി ശ്രദ്ധിക്കാറില്ല. ഇത് കാരണം വിദൂരങ്ങളിൽ നിന്ന് പോലും പകലും രാത്രിയും ഇവിടം കേന്ദ്രമാക്കി സാമൂഹ്യ വിരുദ്ധർ താവളമടിക്കാറുണ്ട്. അസിസ്റ്റന്റ് ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ജയരാജ, സോബേഷ്, ശരത് കുമാർ, ബോബൻ, ശ്യാംകുമാർ, ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, ചവറ. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് മേഖല പ്രതിസന്ധിയിൽ. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റുകളുമില്ലാത്ത ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്തരുതെന്നാണ് നിർദ്ദേശം. എല്ലാ ഹൗസ് ബോട്ടുകൾക്കും ആവശ്യമുള്ളത്ര മലിനീകരണ നിയന്ത്രണ സംവിധാനം ആലപ്പുഴ ജില്ലയിൽ ഇല്ല. ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ പോലും വേണ്ടത്ര സംവിധാനം ഇവിടെയില്ല. ഈ സാഹചര്യത്തിലാണ് പാത്രം കഴുകുന്ന വെള്ളം ഉൾപ്പെടെ ശേഖരിച്ച് ശുദ്ധീകരിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് എത്തിയത്. ഇതോടെ ഹൗസ് ബോട്ട് മേഖല ആശങ്കയിലാണ്. ഹൈക്കോടതിയുടെ ജനുവരി 20 ഇടക്കാല ഉത്തരവിലെ നിർദ്ദേശപ്രകാരമാണ് തുറമുഖ വകുപ്പ് പരിശോധന കർശനമാക്കുന്നത്. ഉത്തരവ് പുറപ്പെടുവിച്ച് 3 മാസത്തിനു ശേഷം ഇത്തരം ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യമില്ലാതെ എങ്ങനെ ഉത്തരവ് പാലിക്കാനാകും എന്നാണ് ഹൗസ് ബോട്ട് ഉടമകളുടെ ചോദ്യം. നിലവിൽ ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ ആലപ്പുഴ ജില്ലയിൽ പ്ലാന്റില്ല. ഓൾ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 6 ബ്ലോക്കിൽ വാങ്ങി നൽകിയ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രളയത്തിൽ തകരാറിലായി. പിന്നീട് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ചേർത്തല ഇൻഫോ പാർക്കിലെ STPയിൽ മാലിന്യം എത്തിക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. ഇതോടെ ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യം ലോറികളിൽ ശേഖരിച്ച് എറണാകുളം ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിൽ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. കുമരകത്തെ പ്ലാന്റിനെയും ചിലർ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോഴും എല്ലാ ഹൗസ് ബോട്ടുകൾക്കും ആവശ്യമുള്ളത്ര STP സൗകര്യം ലഭ്യമല്ല. ഇതിന് പുറമെയാണ് വാഷ് ബേസിനിൽ നിന്നും അടുക്കളയിൽ നിന്നുമുള്ള വെള്ളവും സഞ്ചാരികൾ കുളിക്കുന്ന വെള്ളവും ശുദ്ധീകരിക്കണമെന്ന നിർദ്ദേശം എത്തിയത്. നിലവിൽ ഭൂരിഭാഗം ഹൗസ് ബോട്ടുകളിലും ഈ വെള്ളം കായലിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ബയോ ട്രീറ്റ്മെന്റ് സംവിധാനമുള്ള ടാങ്കുകളിൽ വെച്ച് സംസ്കരിച്ച ശേഷം പുറന്തള്ളുന്നവയുമുണ്ട്. കോടതി ഉത്തരവ് തിടുക്കത്തിൽ നടപ്പാക്കാൻ വേണ്ടത്ര സംവിധാനമില്ലെന്നാണ് ഹൗസ് ബോട്ട് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഓരോ യാത്രികനും 500 മുതൽ 1000 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കും. ഇത് അത്രയും സംഭരിച്ച് സംസ്കരിക്കുക
പ്രായോഗികമല്ല. സർക്കാർ സംവിധാനങ്ങളുടെ അപര്യാപ്തത കാരണം കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പുതിയ STP പ്ലാന്റ് C ബ്ലോക്കിൽ സജ്ജമാക്കുന്നുണ്ട്. ഇത് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ ഇടമാകുമെങ്കിലും വെള്ളം ശേഖരിക്കുക ബുദ്ധിമുട്ടാകും. ഹൗസ് ബോട്ടുകളിൽ തന്നെ ബയോ ട്രീറ്റ്മെന്റ് നടത്തി പുറന്തള്ളുന്ന വെള്ളം പരിശോധിച്ച് ഗുണനിലവാരമുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് ആവശ്യം. ആലപ്പുഴ ജില്ലയിൽ DTPCയുടെ നേതൃത്വത്തിൽ 7 കിയോസ്കുകളുണ്ടെന്നും ഇവിടങ്ങളിലെത്തി വെള്ളം സംസ്കരിക്കാമെന്നുമാണ് തുറമുഖ വകുപ്പ് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ മേടത്തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി. അക്ഷയ തൃതീയ ദിനത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും നടന്നു. വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ മേട തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി. അക്ഷയതൃതീയ ദിനത്തിൽ ഭഗവത് ദർശനത്തിനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. അക്ഷയതൃതീയ നാളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തിരുവാതിരയും അക്ഷയതൃതീയയും ഒത്തുചേരുന്ന വേളയിൽ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകളും നടത്തി. തന്ത്രിമുഖ്യരുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, ലക്ഷ്മി വിനായക പൂജ എന്നിവയും നടന്നു. പെരുന്തച്ചൻ കൊത്തിയെടുത്ത പടിഞ്ഞാറഭിമുഖമായ ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ അക്ഷയതൃതീയ നാളിൽ ഉണ്ണിയപ്പം വഴിപാടായി അർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വീണ്ടും റെക്കോർഡ്. 117.15 ദശലക്ഷം യൂണിറ്റാണ് കഴിഞ്ഞ ദിവസത്തെ ഉപഭോഗം. സംസ്ഥാനത്ത് പവർ കട്ടിനോ ലോഡ് ഷെഡിങ്ങിനോ ഉള്ള സാഹചര്യം ഉണ്ടെന്നും എന്നാൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സ്വീകരിച്ചു വരികയാണെന്നും വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വീണ്ടും റെക്കോർഡ്. തുടർച്ചയായ 2ാം ദിവസവും വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് നിലയിലെത്തുന്നത് ആദ്യമാണ്. കഴിഞ്ഞ ദിവസത്തെ ഉപയോഗം 117.15 ദശലക്ഷം യൂണിറ്റാണ്. ശനിയാഴ്ച വൈകിട്ടത്തെ ആവശ്യകത 6033 മെഗാവാട്ട് ആയിരുന്നു. സംസ്ഥാനത്ത് പവർ കട്ടിനും ലോഡ് ഷെഡിങ്ങിനുമുള്ള സാഹചര്യമുണ്ട്. എന്നാൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസവും വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ എത്തിയിരുന്നു. എല്ലാ റെക്കോർഡും ഭേദിച്ച് വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയരുകയാണ്. ഏപ്രിൽ 17-നാണ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗം രേഖപ്പെടുത്തിയത്. മൊത്തം വൈദ്യുതി ഉപയോഗം 116.11 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. 2024 മെയ് 3-ന് രേഖപ്പെടുത്തിയ 115.94 ദശലക്ഷം യൂണിറ്റിനെയാണ് ഇപ്പോൾ മറികടന്നിട്ടുള്ളത്. ഏപ്രിൽ 14-ന് വൈദ്യുതി ആവശ്യകത 6012 മെഗാവാട്ട് ആയിരുന്നു. ന്യൂസ് ഡെസ്ക്. നിയന്ത്രണം വിട്ട കാർ ബസ്സുകളിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. KSRTC ബസ്സിലും അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സിലുമാണ് കാർ ഇടിച്ചത്. കാർ യാത്രികരായ 2 പേർക്കാണ് പരിക്കേറ്റത്. MC റോഡിൽ ചെങ്ങന്നൂരിലായിരുന്നു അപകടം. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് പോലീസ് പറഞ്ഞത്. MC റോഡിൽ ചെങ്ങന്നൂരിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ KSRTC ബസ്സിലും അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സിലും ഇടിക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. അപകടത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. കാർ യാത്രികരായ 2 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറ് ഭാഗികമായി തകർന്നു. ബസ്സുകളുടെ മുൻഭാഗവും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊടും ചൂടിന് ആശ്വാസമാകുന്നു. തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ അന്തരീക്ഷം പരക്കെ മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ 22-ാം തീയതി വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. തിങ്കളാഴ്ച എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ന്യൂസ് ഡെസ്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രിയുടെ ദൂരദർശൻ വഴിയുള്ള പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി CPIM. പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ നടത്തിയത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്.
BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ നടത്തുകയാണെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കുണ്ടറയിൽ ക്ഷേത്രോത്സവത്തിനിടെ വടിവാൾ വീശി യുവാവിന്റെ പരാക്രമം. കുണ്ടറ സ്വദേശി അജോയ് അശോകനാണ് വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഞാലിയോട് അമ്പിപ്പൊയ്ക ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെയായിരുന്നു സംഭവം. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റുകളുമില്ലാത്ത ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ തിങ്കളാഴ്ച മുതൽ സർവീസ് നടത്തരുതെന്ന് ഹൈക്കോടതി. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് മേഖല പ്രതിസന്ധിയിൽ. ആവശ്യമുള്ളത്ര മലിനീകരണ നിയന്ത്രണ സംവിധാനം ആലപ്പുഴയിൽ ഇല്ലെന്ന് ബോട്ടുടമകൾ. കൊടും ചൂടിന് ആശ്വാസമാകുന്നു. തിങ്കളാഴ്ച മുതൽ കേരളത്തിലെ അന്തരീക്ഷം പരക്കെ മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.